ഹല്ലേലൂയ. അഭിഷേകം അന്യ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസികൾക്ക് ഇവിടെ സ്ഥിരമായ ഒരു കൂടാരമില്ല, ഒരു വാസസ്ഥലമില്ല. പരദേശികളായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ഇടവന്നെങ്കിൽ നിത്യ കൂടാരമായ സ്വർഗീയ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണ് ഈ ഭൂമിയിൽ ദൈവമക്കൾ. ഒന്ന്, നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. നമ്മൾ ദൈവമക്കളാണെന്നുള്ള അറിവിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. മക്കൾക്ക് പ്രത്യേകതയുണ്ട്, മക്കൾക്ക് അവകാശമുണ്ട്, രണ്ട് കൂട്ടവകാശമുണ്ട്. മക്കളായതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആബാപിതാവേ എന്ന് വിളിക്കുവാൻ തൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. മക്കളല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അത്രയും സ്വാതന്ത്ര്യമൊന്നും നമുക്ക് കിട്ടുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശന വാതിൽ നമുക്ക് കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നു. കർത്താവായ യേശു നമുക്ക് വേണ്ടി പീഡനമേൽക്കുമ്പോൾ യേശു പോയപ്പോൾ നമുക്കൊരു മാതൃക വെച്ചാ പോയത്. ആർക്കാ മാതൃക വെച്ചത്? ദൈവമക്കൾക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു. എന്തിനാ? അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ വേണ്ടിയാണ് ഈ മാതൃക വെച്ചത്. എങ്ങനെയാണ് യേശു കർത്താവ് സഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശും ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി അടിപ്പിണരുകളാൽ അവ നമുക്ക് സൗഖ്യവും പാപമോചനവും വിടുതലൊക്കെ തന്ന് നമ്മെ രക്ഷിച്ചത്. ഈ രക്ഷയുടെ ദൂതാണ് അവിടുന്ന് നമ്മോട് അവൻ അറിയിച്ചു തന്നിരിക്കുന്നത്. ക്രിസ്ത്യ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അനുഭവത്തിലൂടെയുള്ള യാത്രയാണ്. എങ്ങനെയാ അനുഭവം? പൗലോസ് റോമ തടവറയ്ക്കകത്തു നിന്ന് ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞതാ, നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഇവിടെ ഏറിയ പീഡനം ഏറ്റ പൗലോസ് അടികളേറ്റും ശരീരം കാലും കൈയും ആമത്തിലിട്ടും അനങ്ങാൻ പോലും കഴിയാതെ ദൈവത്തെ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം. കാരണം ക്രിസ്ത്യ ജീവിതം വളരെ പീഡനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ അപ്പോസ്തലന്മാര് യേശുക്രിസ്തുവിനെ പ്രതി അപമാനവും യേശുക്രിസ്തുവിനെ പ്രതി പീഡനവും ഏൽക്കാൻ ഭാഗ്യം ലഭിച്ചവരായി അവർ എണ്ണപ്പെട്ട് കടന്നു പോകുമ്പോൾ ഞാൻ പറയാം, ദൈവമക്കളായതുകൊണ്ടാ ഈ പീഡനങ്ങളെല്ലാം ഏറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തി കടന്നു പോകാൻ ഇടവരുന്നത്. പീഡനങ്ങളും നിന്ദനങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവമക്കൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാര് കർത്താവിന്റെ കൂടെ നടന്നു പോകുമ്പോൾ അവർ പീഡനങ്ങൾ ഏറ്റു കടന്നുപോയപ്പോൾ അവരെ വിളിച്ചു ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട്. സ്തെഫാനോസ് ഏറുകൊണ്ട് കൊല്ലുവാൻ ഇടവന്നപ്പോൾ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, പിതാവേ, കർത്താവേ, ഇവർ ചെയ്തത് ഇവരോട് മേൽ പാപം ചുമത്തരുത്, ഇവരോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ക്രിസ്ത്യ ജീവിതത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ നല്ല പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ട്, നമ്മുടെ ജീവിത ശൈലി നന്നായിരിക്കണം. മൂന്ന്, നമ്മുടെ അധികാരികൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം. 4, എല്ലാവരെയും ബഹുമാനിക്കണം. 5,
ക്രിസ്തുവിൻ്റെ പാതയെ പിന്തുടരണം നമ്മൾ. 6, ക്രിസ്തുവിൻ്റെ മാതൃകയെ പിന്തുടരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. 1, നമ്മൾ പാപം ചെയ്യാതെ വിശുദ്ധരായി ജീവിക്കാൻ അവൻ്റെ വചനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. 2, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. വഞ്ചനയുടെ ഒരു വാക്കോ ഒരു ഭാവമോ ഒരവസ്ഥയോ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. തന്നെ ശകാരിച്ചിട്ടും അവൻ പകരം ശകാരിച്ചില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇത്. നമ്മളും അതുപോലെ ആയിരിക്കണം. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ, കാര്യം ഫലമേൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കണ്ടോ, വിശ്വാസികളുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ, കർത്താവിൻ്റെ വചനമനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പീഡനത്തിൻ്റെ നടുവിൽ അവനെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്ര സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. പീഡനങ്ങളെ ഓർത്ത് നമ്മൾ വേദനിക്കുകയല്ല, സന്തോഷിക്കണം. കിട്ടുന്ന നിന്ദനങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുവാനും ഈ വചനം നിറഞ്ഞ് നിന്റെ കൂടെ ജീവിക്കുവാനും, ദൈവമക്കൾ എന്ന പദവി അത് അങ്ങ് തന്നത് അങ്ങയുടെ മാതൃകയെ പിന്തുടരുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരണം. ഞങ്ങളും ക്രിസ്ത്യാനികളായി ജീവിക്കാനുള്ള വരം തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.